എല്ലാവർക്കും ലീഡേഴ്സിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മുടെ ബയോളജിയുടെ മൂന്നാമത്തെ ക്ലാസ് ആണിത് അല്ലെ. 2 പാർട്ടുകളായിട്ട് നമ്മൾ നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ന്യൂറോണുകളുടെ സ്ട്രക്ചറും അതിലെ പാർട്സുകളുടെ ഫംഗ്ഷനും പഠിച്ചു. പിന്നെ എങ്ങനെയാണ് ഒരു ഇമ്പൾസ് ഫോം ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചല്ലേ. ദാറ്റ് മീൻസ് ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു നെർവ് സെൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ന്യൂറോൺ എന്ന് പറയുന്നത് that is the basic unit of nervous system എന്ന് നമ്മൾ പറഞ്ഞാണ് അല്ലേ. that is the basic unit of nervous system എന്ന് നമ്മൾ പറഞ്ഞാണ് അല്ലേ. basic unit of nervous system എന്ന് നമ്മൾ പറഞ്ഞാണ്. what do you mean by nervous system? ഇപ്പൊ എന്തായിരിക്കും nervous system എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ് കമ്പൈൻ ചെയ്തിട്ട് നമ്മുടെ ബോഡിയെ കൺട്രോളും കോർഡിനേറ്റും ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ബോഡിയിൽ നിലനിൽക്കുന്ന സിസ്റ്റം ആണ് എന്നറിയപ്പെടുന്നത് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ നെർവസ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ക്യാൻ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് അവർ ഹോൾ ബോഡി ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പൊ നമുക്ക് റെസ്പോണ്ട് ചെയ്യണമെങ്കിലോ സെൻസ് ചെയ്യണമെങ്കിലോ ആക്ഷൻ നടത്തണമെങ്കിൽ പോലും മോട്ടോർ ആയാലും അല്ലാത്ത ഫിസിക്കലും മെന്റലും എല്ലാം ആയിട്ടുള്ള ആക്ഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നതാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നെർവസ് സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. എന്തിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്? നെർവസ് സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക, നമ്മുടെ നെർവസ് സിസ്റ്റത്തെ നമുക്ക് രണ്ടായിട്ടാണ് തിരിക്കുന്നത്. പ്രധാനമായിട്ട് നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? രണ്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് കാൾഡ് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് വിളിക്കും. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് വിളിക്കും. അപ്പം നമ്മുടെ നെർവസ് സിസ്റ്റത്തെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്ത് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് കാൾഡ് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ആൻഡ് ദ സെക്കൻഡ് ബ്രാഞ്ച് ഈസ് കാൾഡ് ആസ് പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് വിളിക്കും. പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് വിളിക്കും. പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ നെർവസ് സിസ്റ്റം ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2 ക്ലാസസ്, ദാറ്റ് ഈസ് സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് നമ്മൾ വിളിക്കും. മലയാളം മീഡിയക്കാരാണെങ്കിൽ ഇതിനെ കേന്ദ്ര നാഡീവ്യവസ്ഥ എന്ന് വിളിക്കും. മറ്റേത് പെരിഫറൽ നാഡീവ്യവസ്ഥ എന്നാണ് എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. ഓക്കെ, ഇതിനെ എന്തെന്ന് വിളിക്കും? നാഡീവ്യവസ്ഥ എന്നറിയപ്പെടും. നാഡീവ്യവസ്ഥ എന്നറിയപ്പെടും. ഇതിനെ അവർ വിളിക്കും കേന്ദ്ര നാഡീവ്യവസ്ഥ എന്നാണ് വിളിക്കുന്നത്. കേന്ദ്ര നാഡീവ്യവസ്ഥ എന്ന് വിളിക്കും. മറ്റേനെ അവര് പെരിഫറൽ നാഡീവ്യവസ്ഥ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. പെരിഫറൽ നാഡീവ്യവസ്ഥ എന്ന് വിളിക്കും. നാഡീവ്യവസ്ഥ എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ക്ലാസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഓരോന്നും എന്താണ് എന്നാണ്. സെൻട്രൽ മീൻസ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഏരിയ ആയിരിക്കും അല്ലെ. നമ്മൾ എപ്പോഴും ഒരു വസ്തു നോക്കിക്കഴിഞ്ഞാൽ സെന്റർ എപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ സിമെട്രി നോക്കിയാൽ അതിന്റെ സെന്റർ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ബോഡിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നെർവസ് സിസ്റ്റം ആണ് എന്നറിയപ്പെടുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റം. ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ആരൊക്കെ ചേർന്നതാണ്? ബ്രെയിനും സ്പൈനൽ കോഡും ചേർന്നതാണ് എന്തെന്നറിയപ്പെടുന്നത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം. മസ്തിഷ്കം അല്ലെങ്കിൽ തലച്ചോറും സ്പൈനൽ കോഡ് അഥവാ സുഷുമ്നയും ചേർന്നതാണ് എന്തെന്നറിയപ്പെടുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അപ്പൊ നമുക്ക് തന്നെ അറിയാം നമ്മുടെ തലച്ചോറാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബോഡിയെ മൊത്തം ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്നത് അല്ലെ. കാണുന്നതായാലും കേൾക്കുന്നതായാലും നമുക്ക് ഫീലിംഗ്, സന്തോഷം ഉണ്ടായാലും സങ്കടം ഉണ്ടായാലും ഈവൻ നമ്മുടെ ബോഡി നടക്കുന്ന എല്ലാ പ്രോസസ്സുകളെയും മെയിൻ ആയിട്ട് നിയന്ത്രിക്കുന്ന ഒരാളാണെന്ന് പറയുന്നത് ബ്രെയിൻ. ബട്ട് നമ്മൾ കേൾക്കാത്ത ഒരാളാണ് സ്പൈനൽ കോഡ് അല്ലെ. സ്പൈനൽ കോഡ് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വഴിയിലൊക്കെ നടന്നുകൊണ്ട് പോകുന്ന സമയത്ത് ഈവൻ കാലിലും മുള്ളൊക്കെ പൊത്തു കയറി അല്ലെ. അപ്പൊ നിങ്ങൾ സഡൻ ആക്ഷൻ നടത്തും അല്ലെ. സഡൻ ഇൻവോളണ്ടറി ആക്ഷൻ നടത്താറുണ്ട് അല്ലെ. ഇൻവോളണ്ടറി നിങ്ങൾക്ക് ഫെമിലിയർ വേർഡ് ആണ്. കാര്യം നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സിൽ ഇതിനെ പറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇൻവോളണ്ടറി മീൻസ് ദ മൊമെന്റ്സ് വിച്ച് കാൻ കൺട്രോൾ അവർ സെൽഫ് അല്ലെ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മൂവ്മെന്റുകളെ വിളിച്ച പേരാണ് ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് എന്ന് വിളിച്ചത് അല്ലെ. അത്തരം മൂവ്മെന്റ്സ് കൺട്രോൾ ചെയ്യുന്ന പാർട്ട് നമ്മുടെ ബ്രെയിനിലെ സ്പൈനൽ കോഡ് ആണ്. ബട്ട് ഈവൻ നമ്മൾ കാലിൽ ഒരു മുള്ളു കുത്ത് കയറുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് കാല് നിലവിളിച്ചുകൊണ്ട് എന്ത് ചെയ്യും, പുറകിലേക്ക് വലിക്കും അല്ലെ. അതൊരു സഡൻ ആണ്, ബട്ട് ഇൻവോളണ്ടറി ആണ്. അതിനെ കൺട്രോൾ ചെയ്യുന്ന ഭാഗം ആരാണ്? സ്പൈനൽ കോഡ് ആണ്. അപ്പൊ നമ്മുടെ ബ്രെയിനിലേക്ക് വേണ്ട ഇൻഫർമേഷൻ കൊണ്ടു കൊടുക്കുന്നതും ആരാണ്? സ്പൈനൽ കോഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ്, സുഷുമ്ന. നമുക്കറിയാം ബ്രെയിൻ നമ്മുടെ സ്കള്ളിന്റെ അകത്താണ് കാണപ്പെടുന്നതെങ്കിൽ നമ്മുടെ സുഷുമ്ന എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് നമ്മുടെ പുറകിലെ വെർട്ടിബ്രൽ കോളം നട്ടലിന്റെ അകത്തായിട്ടാണ് എന്ത് ചെയ്യുന്നത്, സംരക്ഷിക്കപ്പെടുന്നത്. അപ്പൊ എന്താണ് നെർവസ് സിസ്റ്റം രണ്ടായിട്ട് ക്ലാസ് ചെയ്തു, സെൻട്രലും പെരിഫറലും. അത് സെൻട്രൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ഓക്കെ ആണോ, മനസ്സിലായോ? അപ്പൊ പെരിഫറൽ എന്ന് വെച്ചാൽ എന്തായിരിക്കും? പെരിഫറൽ ദാറ്റ് മീൻസ് ഇവ രണ്ടും ഒഴിച്ച് ബാക്കി നമ്മുടെ ബോഡിക്കകത്തുള്ള ഹോൾ നെർവസ് സിസ്റ്റത്തെ വിളിച്ച പേരാണ് എന്തെന്ന് വിളിച്ചത്, പെരിഫറൽ നെർവസ് സിസ്റ്റം. അതായത് നമ്മുടെ ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും കുറെ ന്യൂറോൺസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട്. ബ്രെയിനിൽ നിന്ന് ഏകദേശം 12 പെയർ, എത്ര പേരാണ്? 12 പെയർ ക്രേനിയൽ നെർവ്സ്. എന്താണ്?
cranial nerves. എത്ര പേരാണ്? 12 പേർ. അതുപോലെ തന്നെ നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്ന് വരുന്ന നെർവിനെ നമ്മൾ വിളിക്കും സ്പൈനൽ നെർവ്സ് എന്ന് വിളിക്കും. എന്ന് വിളിക്കും സ്പൈനൽ നെർവ്സ് എന്ന് വിളിക്കും. ഏകദേശം 31 പേരാണ് എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. ഇവരെ മൊത്തത്തിൽ വിളിച്ച പേരാണ് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്നത്. അപ്പൊ പെരിഫറൽ നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് 12 pair of cranial nerves and 31 pair of spinal nerves ആണ്. ഓക്കെ, അവർ ഫോം ചെയ്യുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. അപ്പൊ നാഡീ വ്യവസ്ഥയെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതിന്റെ ഒരു ഐഡിയ മനസ്സിലായി കാണുമല്ലോ നിങ്ങൾക്ക്. സെൻട്രൽ എന്നും പെരിഫറൽ എന്നും. അതിൽ സെൻട്രൽ ആരൊക്കെ ഉണ്ട്? ബ്രെയിനും ഉണ്ട്, സ്പൈനൽ കോഡും ഉണ്ട്, പെരിഫറൽ ക്രേനിയൽ നെർവ്സും ഉണ്ട്, സ്പൈനൽ നെർവ്സും ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നാണെന്ന് പറയുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റം എന്നറിയപ്പെടുന്നത്. ഇത് കൂടാതെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ വേറൊരു സിസ്റ്റം കൂടി പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് വിളിക്കും. ഓട്ടോണമസ് നെർവസ് സിസ്റ്റം, ദാറ്റ്സ് എ പാർട്ട് ഓഫ് പെരിഫറൽ നെർവസ് സിസ്റ്റം. മലയാളത്തിലാണെങ്കിൽ അതിനെ സ്വതന്ത്ര നാഡീ വ്യവസ്ഥ എന്ന് വിളിക്കും. നമ്മുടെ ഈ പാഠത്തിന്റെ അവസാനം പഠിക്കാനുള്ളതാണ്. അതെന്ന് പറയുന്നത് ഇതിന്റെ ഭാഗമാണെന്ന് ഓർത്തിരിക്കുക. ഇപ്പം പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമാണെന്ന് ഓർത്തിരിക്കുക ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് അത് ഓർത്തിരുന്നാൽ മാത്രം മതിയാവും. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നാഡീ വ്യവസ്ഥയിൽ ഇഷ്ടം പോലെ ന്യൂറോൺസുകൾ ഉണ്ടെന്ന് വെച്ചല്ലേ. അത് ഏതൊക്കെ ടൈപ്പ് ന്യൂറോൺസ് കാണും, ഇവരെങ്ങനെയായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നത്, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവയെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് അതിനെപ്പറ്റി എന്ത് ചെയ്യാം? പഠിക്കാം. നമുക്കറിയാം നെർവ് സെല്ല് അല്ലെ, നെർവ് സെല്ല് എന്ന് പറയുന്നത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ന്യൂറോൺസ് എന്ന് പറയുന്നത് അല്ലെ, ന്യൂറോൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ ന്യൂറോണുകളെ അവയുടെ ഫങ്ഷൻസ്, അവ എന്താണ് ജോലി, എന്ത് ജോലിയാണ് അവർ ചെയ്യുന്നത്, അവരുടെ ഫംഗ്ഷന്റെ ബേസിൽ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് കാൾഡ് സെൻസറി ന്യൂറോൺ. എന്ന് വിളിക്കും സെൻസറി ന്യൂറോൺ എന്ന് വിളിക്കും. സെൻസറി ന്യൂറോൺ എന്ന് വിളിക്കും ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. ആൻഡ് സെക്കൻഡ് ഈസ് കാൾഡ് ആസ് മോട്ടോർ ന്യൂറോൺ. എന്ന് വിളിക്കും മോട്ടോർ ന്യൂറോൺ എന്ന് വിളിക്കും. അപ്പൊ നമ്മള് നെർവ് ന്യൂറോൺസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും ഓൺ ദെയർ ബേസ് ഓഫ് ദെയർ ഫങ്ഷൻസ് അല്ലെ. ബേസ് ഓഫ് ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. സെൻസറി ന്യൂറോൺ ആൻഡ് മോട്ടോർ ന്യൂറോൺ. എങ്ങനെയാണ് തിരിച്ചത്? സെൻസറി ന്യൂറോൺ ആൻഡ് മോട്ടോർ ന്യൂറോൺ. സെൻസറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സെൻസ് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക അല്ലെ, മനസ്സിലാക്കുക എന്നുള്ളത്. ഈ പേന എന്റെ കയ്യിലേക്ക് ഞാൻ ഇങ്ങനെ വെച്ചു. ആ വെച്ച സമയം എന്ത് ചെയ്യും? ഇവിടെ ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. certain disturbance that cause the difficulties in equilibrium state that produce certain impulses അല്ലെ, അല്ലെങ്കിൽ ജനറേഷൻ ഓഫ് ഇമ്പൾസ് അല്ലെ. ദാറ്റ് ഇമ്പൾസ്, ആ ജനറേഷൻ നമ്മൾ വിളിച്ച പേരാണ് സ്റ്റിമുലസ്. ആൻഡ് ആൾസോ അവിടെ എന്തും കൂടെ പ്രൊഡ്യൂസ് ചെയ്യും? ഇമ്പൾസ് കൂടി പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെ തൊട്ട സമയത്ത് അവിടെ എന്ത് ചെയ്തു? സ്റ്റിമുലസ് ഉണ്ടായി. ആ സ്റ്റിമുലസിനെ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലോട്ട് എത്തിക്കുക. ഇമ്പൾസിന്റെ ഫോമിൽ, ഇലക്ട്രിക്കൽ ഇമ്പൾസിന്റെ ഫോമിൽ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് എത്തിക്കുന്നത് ആരാണ്? ദാറ്റ് ഈസ് സെൻസറി ന്യൂറോൺ എന്ന് നമ്മൾ വിളിക്കും. എന്ന് വിളിക്കും സെൻസറി ന്യൂറോൺ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ എന്താണ് സെൻസറി ന്യൂറോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ? സെൻസറി ന്യൂറോൺസ് ആർ ദ ന്യൂറോൺസ് വിച്ച് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ എന്താണ് വിച്ച് പാസസ് ദ ഇമ്പൾസസ് ഫ്രം ദ ഹോൾ ബോഡി പാർട്ട് ടു ദി സെൻട്രൽ നെർവസ് സിസ്റ്റം. എവിടെ നിന്ന് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ബോഡി പാർട്ടിൽ നിന്നും. എവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്? ബോഡി പാർട്ടിൽ നിന്നും നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം, അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? CNS എന്ന് വിളിക്കും. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് ആരെന്ന് പറയുന്നത്? സെൻസറി ന്യൂറോൺ എന്ന് പറയുന്നത്. സെൻസറി ന്യൂറോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡി പാർട്ടിൽ നിന്ന് എവിടെ നിന്നുണ്ടാവുന്ന ഇമ്പൾസ് ആയാലും അതിനെ ക്യാരി ചെയ്തിട്ട് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലോട്ട് കൊണ്ടുകൊടുക്കുന്ന ആളെ വിളിച്ച പേരാണ് സെൻസറി ന്യൂറോൺസ്. എന്ന് വിളിച്ചു സെൻസറി ന്യൂറോൺ. അപ്പൊ അതിന് ഓപ്പോസിറ്റ് അല്ലേ മോട്ടോർ ന്യൂറോൺ. മോട്ടോർ എന്ന് വെച്ചാൽ എന്താണ്? ആക്ഷൻ എന്നാണ് അല്ലെ, അതായത് പ്രവൃത്തി ചെയ്യുക. അപ്പൊ സെൻസറി ന്യൂറോൺ എന്ത് ചെയ്യും? കളക്ട് ചെയ്തിട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ട് നമ്മുടെ ബ്രെയിനിൽ സെറിബ്രത്തിൽ കൊണ്ട് കൊടുക്കും, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് സ്പൈനൽ കോഡിൽ കൊണ്ട് കൊടുക്കും. രണ്ടും സെൻട്രൽ നെർവസ് സിസ്റ്റം. അവിടെ എവിടെ അതുകൊണ്ട് എത്തിച്ചേർന്നാലും അറൈവ് ചെയ്താലും അതിന്റെ റിപ്ലൈ നമ്മുടെ ബോഡി പാർട്ടിലേക്ക് എത്തിക്കുന്ന ന്യൂറോൺ ആണ് എന്തെന്ന് വിളിച്ചത്? മോട്ടോർ ന്യൂറോൺ. മോട്ടോർ ന്യൂറോൺസ് ആർ ദ ന്യൂറോൺ ദാറ്റ് കളക്ട് ഇമ്പൾസസ് ഫ്രം സെൻട്രൽ നെർവസ് സിസ്റ്റം ടു ദി, എവിടുന്നാണ്? സെൻട്രൽ നെർവസ് സിസ്റ്റം ടു ദി ബോഡി പാർട്സ്. എവിടെ കൊണ്ട് കൊടുക്കും? നമ്മുടെ ഹോൾ ബോഡി പാർട്സിലോട്ട് എന്ത് ചെയ്യും? ട്രാൻസ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പം ഒന്ന് ബോഡി പാർട്ടിൽ നിന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകും, മറ്റൊരു സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് ബോഡി പാർട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ് എന്നറിയപ്പെടുന്നത് മോട്ടോർ ന്യൂറോൺ എന്നറിയപ്പെടുന്നത്. അപ്പൊ നമ്മുടെ എന്താ പറഞ്ഞത്? നെർവസ് സെല്ലിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെ ക്ലാസിഫൈ ചെയ്തത്? സെൻസറി ന്യൂറോൺസ് എന്നും മോട്ടോർ ന്യൂറോൺസ് എന്നും. അവരുടെ ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. സെൻസറി ന്യൂറോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി പാർട്ടിൽ നിന്നും സെൻട്രൽ സിസ്റ്റത്തിലേക്ക് ഇൻഫർമേഷൻ കൊണ്ടുപോകും, തിരിച്ച് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് ബോഡി പാർട്ടിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതാണ് മോട്ടോർ ന്യൂറോൺസ് ആണ്. അപ്പൊ ഇവർ രണ്ടുപേരും അടിസ്ഥാനത്തില് നമ്മുടെ നെർവിനെ നമുക്ക് വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. നമുക്ക് അതെന്താണെന്ന് നോക്കാം. ന്യൂറോണിന്റെ ബേസിൽ നമ്മൾ രണ്ടായിട്ട് തിരിച്ചല്ലേ, അതിന്റെ ഫംഗ്ഷന്റെ ബേസിലെ ന്യൂറോൺസിനെ എങ്ങനെ തിരിച്ചു? സെൻസറി ആൻഡ് മോട്ടോർ ന്യൂറോൺസ് തിരിച്ചല്ലേ. അപ്പം ഈ ന്യൂറോൺസ് കൂടിച്ചേർന്നിരുന്നാൽ അതൊരു ടിഷ്യൂ ആയിട്ട് മാറും അല്ലെ.
അതുപോലെ ആക്സോൺസിന്റെ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, ഗ്രൂപ്പ് ഓഫ് ആക്സോൺ. ആക്സോണിന്റെ ഗ്രൂപ്പുകളെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. അവരെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നിരുന്നാൽ അതിനെ വിളിക്കും നെർവ് എന്ന് നമ്മൾ വിളിക്കും. എന്തെന്ന് വിളിക്കും? നെർവ്. നമ്മൾ കുറെ വീടുകൾ പഠിച്ചു, അതൊക്കെ നമുക്ക് തിരിഞ്ഞു പോകും. നെർവ് സെൽ എന്ന് പറഞ്ഞാലും ന്യൂറോൺ എന്ന് പറഞ്ഞാലും ദാറ്റ്സ് എ ബേസിക് യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം. ഓക്കെ, നെർവ് സിസ്റ്റം എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ കൂടിച്ചേർന്ന് ഉണ്ടാവുന്നത്. അതിലെ നെർവിലെ ആക്സോണുകൾ കൂടിച്ചേർന്നിരുന്നാൽ ആ ഗ്രൂപ്പിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? നെർവ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത്. ആ ഗ്രൂപ്പിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? നെർവുകൾ എന്ന് വിളിക്കും. ഓക്കെ, അപ്പം ഈ വരുന്ന ആക്സോൺസ് അല്ലെങ്കിൽ ഈ ന്യൂറോൺസ് എന്ന് പറയുന്നത് ന്യൂറോൺസിന്റെ ഗ്രൂപ്പ് തന്നെയാണ് കേട്ടോ നെർവ് എന്ന് പറയുന്നത്, ആക്സോൺ എന്ന് പറയുന്നെങ്കിലും. അപ്പൊ ഈ ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ് പറയുന്നത് ഫുൾ ഓഫ് ഫോം ചെയ്തിരിക്കുന്നത് സെൻസറി ന്യൂറോൺസ് കൊണ്ടാണെന്ന് വെച്ചിരിക്കുക. ഇപ്പൊ എന്താ പറഞ്ഞത്? ഒരു നെർവ്, ആ നെർവ് ഫോം ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കംപ്ലീറ്റ്ലി മേഡപ്പ് ഓഫ് വിത്ത് സെൻസറി ന്യൂറോൺ. അപ്പൊ അതിനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഏത് സെല്ലുകൾ കൊണ്ടാണ്? സെൻസറി ന്യൂറോൺസ് കൊണ്ടാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും സെൻസറി നെർവ് എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? സെൻസറി നെർവ് എന്ന് നമ്മൾ വിളിക്കും. എന്തെന്ന് വിളിക്കും? സെൻസറി നെർവ് എന്ന് വിളിക്കും. സെൻസറി നെർവ്സ് നമുക്ക് വിളിക്കും. അപ്പൊ സെൻസറി നെർവ്സ് ആർ ദ നെർവ്സ് ദാറ്റ് ആർ കംപ്ലീറ്റ്ലി ഫോംഡ് ആസ് ദ ഫോർമേഷൻ ഓഫ് സെൻസറി ന്യൂറോൺസ്. അപ്പൊ സെൻസറി ന്യൂറോൺസ് എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നിരുന്ന് ഫോം ചെയ്യുന്ന ആ നെർവിനെ, ആ ഗ്രൂപ്പിനെ നമ്മൾ വിളിച്ച പേരാണ് സെൻസറി നെർവ്സ് എന്ന് വിളിച്ചത്, അല്ലെ? അപ്പൊ എന്തായിരിക്കും ഇവരുടെ ഫംഗ്ഷൻ? That collect information from body part to the central nervous system ആയിരിക്കും, അല്ലെ? Again സെൻസറി ന്യൂറോൺ എന്താണോ ചെയ്യുന്നത് അത് തന്നെ ആയിരിക്കും ആരുടെയും ഫംഗ്ഷൻ എന്ന് പറയുന്നത്, നമ്മുടെ സെൻസറി നെർവ്സിന്റെയും ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം മോട്ടോർ ന്യൂറോൺസ് ഉണ്ട്, അല്ലെ? അപ്പൊ അവരുടെ ഗ്രൂപ്പിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ദാറ്റ് ഈസ് കാൾഡ് മോട്ടോർ നെർവ്സ് എന്ന് വിളിക്കാം. എന്തെന്ന് വിളിക്കാം? മോട്ടോർ നെർവ്സ് എന്ന് വിളിക്കാം. അപ്പൊ what do you mean by motor nerves? They are the nerves that are formed as a formation of group of ന്യൂറോൺസ്. ഏത് ന്യൂറോൺസ്? മോട്ടോർ ന്യൂറോൺസ്. ഇപ്പൊ മോട്ടോർ ന്യൂറോൺസ് ചേർന്നുണ്ടായാൽ ദാറ്റ് ഈസ് കാൾഡ് മോട്ടോർ നെർവ്സ്. സെൻസറി ന്യൂറോൺസ് ചേർന്നുണ്ടായാൽ ദാറ്റ് ഈസ് സെൻസറി നെർവ്സ്. അപ്പൊ എഗെയിൻ ഇവിടെ ഒരാൾ അഡീഷണൽ ആയിട്ട് വരും. നമ്മൾ രണ്ട് ടൈപ്പ് ന്യൂറോണെ പഠിച്ചാണെങ്കിൽ പോലും നെർവുകൾ നമ്മൾ മൂന്നെണ്ണം പഠിക്കും. ദാറ്റ് ഈസ് കാൾഡ് മിക്സ്ഡ് ന്യൂറോൺ. എന്തെന്ന് വിളിക്കും? മിക്സ്ഡ് ന്യൂറോൺ എന്ന് വിളിക്കും. മിക്സ്ഡ് നെർവ് എന്ന് വിളിക്കും. സോറി, മിക്സ്ഡ് നെർവ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ എന്താണ്? രണ്ട് ടൈപ്പ് ന്യൂറോണെ ഉള്ളെങ്കിൽ പോലും മൂന്ന് ടൈപ്പ് നെർവുകൾ, സെൻസറി നെർവ്സ് ഉണ്ട്, മോട്ടോർ നെർവ്സ് ഉണ്ട്, ആൻഡ് മിക്സ്ഡ് നെർവ്സ് ഉണ്ട്, അല്ലെ? സെൻസറി നെർവ് ഫുൾ ഓഫ് അതിനെ കംപ്ലീറ്റ് ആയിട്ട് മേക്ക് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെൻസറി ന്യൂറോൺസ് കൊണ്ടാണ്. മോട്ടോർ ന്യൂറോൺ എടുത്തു കഴിഞ്ഞാൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ്? മോട്ടോർ ന്യൂറോൺസ് കൊണ്ടാണ്. ബട്ട് മിക്സ്ഡ് നെർവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സ്ഡ്, അപ്പൊ രണ്ടും എന്ത് ചെയ്തു? മിക്സ് ആയി, അല്ലെ? അതായത് ഇയാൾക്ക് ആരൊക്കെ ചേർന്നായിരിക്കും ഉണ്ടായിരിക്കുന്നത്? സെൻസറി ന്യൂറോൺസും മോട്ടോർ ന്യൂറോൺസും കൂടെ ചേർന്നുണ്ടാവുന്നതാണ് എന്നറിയപ്പെടുന്നത് മിക്സ്ഡ് നെർവ്. അതായത് ഇൻഫർമേഷൻസ് ബോഡി പാർട്ടിൽ നിന്ന് ബ്രെയിനിൽ അല്ലെങ്കിൽ സെൻട്രൽ നെർവ് സിസ്റ്റത്തിൽ എത്തിക്കുകയും ചെയ്യും, തിരിച്ച് സെൻട്രൽ നെർവ് സിസ്റ്റത്തിൽ നിന്ന് ഇൻഫർമേഷൻ ബോഡി പാർട്ടിലേക്ക് തിരിച്ചും കൊണ്ടുപോകാൻ സഹായിക്കുന്ന നെർവുകളാണെന്ന് അറിയപ്പെടുന്നത് മിക്സ്ഡ് നെർവ്സ്. മിക്സ്ഡ് നെർവ്സ് ആർ ദ നെർവ്സ് ദാറ്റ് ഫോർംഡ് ആസ് എ റിസൾട്ട് ഓഫ് ആരൊക്കെയാണ്? സെൻസറി ആൻഡ് മോട്ടോർ ന്യൂറോൺസിന്റെ കോമ്പിനേഷൻ ആണ് ആരെന്ന് പറയുന്നത് മിക്സ്ഡ് നെർവ് എന്ന് പറയുന്നത്. രണ്ടും കൂടെ ചേർന്നാണ് എന്ത് ചെയ്യുന്നത്? മിക്സ്ഡ് നെർവ് ഉണ്ടായിരിക്കും. മലയാളം മീഡിയക്കാർ പഠിച്ചാൽ സെൻസറി നെർവ്സിനെ അല്ലെങ്കിൽ സെൻസറി ന്യൂറോണിനെ വിളിക്കും സംവേദ നാഡി എന്ന് വിളിക്കും. എന്ന് വിളിക്കും സംവേദ നാഡി. മോട്ടോറിനെ വിളിക്കും പ്രേരക നാഡി, പ്രേരിപ്പിക്കുന്ന, അല്ലേ? അതായത് ഒരു ആക്ഷൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നതുകൊണ്ട് അതിനെ പ്രേരക നാഡി എന്ന് വിളിക്കും. മിക്സ്ഡിനെ അവരെന്തെന്ന് വിളിക്കും? സമ്മിശ്ര നാഡി. മിക്സ് ചെയ്തിരിക്കുന്നു, രണ്ടും കൂടെ എന്ത് ചെയ്തിരിക്കുന്നു? ആഡ് ചെയ്തിരിക്കുന്നു, അല്ലെ? അപ്പൊ മിക്സ്ഡിനെ മലയാളം മീഡിയക്കാർ വിളിക്കും സമ്മിശ്ര നാഡി എന്ന് വിളിക്കും. അപ്പൊ മൂന്ന് പേരുടെയും ഫംഗ്ഷൻ എന്താണ്? സെൻസറി നെർവ്സ് ആണെങ്കിൽ ഇൻഫർമേഷൻ സെൻട്രൽ നെർവ് സിസ്റ്റത്തിലോട്ട് കൊണ്ടുപോകും. മോട്ടോർ നെർവ്സ് ആണെങ്കിൽ ഇൻഫർമേഷൻ സെൻട്രൽ നെർവ് സിസ്റ്റത്തിൽ നിന്ന് ബോഡി പാർട്സിലേക്ക് കൊണ്ടുവരും. ആൻഡ് മിക്സ്ഡ് നെർവ് ആണെങ്കിൽ എന്ത് ചെയ്യും? സെൻട്രൽ നെർവ് സിസ്റ്റത്തിൽ നിന്ന് ബോഡി പാർട്ടിലോട്ടും തിരിച്ച് ബോഡി പാർട്ടിൽ നിന്ന് സെൻട്രൽ നെർവ് സിസ്റ്റത്തിലോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന നെർവുകളാണെന്ന് അറിയപ്പെടുന്നത് മിക്സ്ഡ് നെർവ്സ് എന്ന് പറയുന്നത്, അല്ലെ? ഇത് മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. മൂന്ന് ടൈപ്പ് എന്താണ് പഠിച്ചിരിക്കുന്നത്? നെർവ്സുകളാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ചർച്ച ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വാട്സാപ്പ് വഴി ചോദിക്കുക, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതിയാവും. ഇപ്പൊ നോട്ട് അയച്ചു തന്നിട്ടുണ്ട്, അത് എഴുതിയിട്ടവരുണ്ട്, നോട്ട് ചെക്ക് ചെയ്ത് അയക്കാം. അതുപോലെ തന്നെ ബാക്കി നോട്ട് അയച്ചു തരുന്ന ഗ്രൂപ്പിൽ ഇട്ട് തരുന്നതായിരിക്കും. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകളിലേക്ക് വരാം. ഈ നോട്ടുകളൊക്കെ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും പരിശോധിക്കും. അപ്പൊ അതുകൊണ്ട് നോട്ടുകളൊക്കെ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. ടെക്സ്റ്റ് ബുക്ക് വായിക്കാനായിട്ട് ശ്രമിക്കണം. ടെസ്റ്റ് കിട്ടാത്തവർക്ക് PDF എന്താണ് ലഭ്യമാകുന്നതാണ്. അപ്പൊ അതൊക്കെ എടുത്ത് കൃത്യമായിട്ട് വായിച്ചോണം. അന്നൊന്നും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതേ ദിവസം തന്നെ പഠിച്ചു പോകാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് അധ്യാപകരുടെ എന്ത് ചെയ്യുക? ചോദിക്കുക. എന്റെ അടുത്താണ് ഡൗട്ട് എങ്കിൽ എന്റെ കാര്യങ്ങൾ എന്റെ അടുത്ത് ചോദിക്കുക. അപ്പൊ കൃത്യമായിട്ട് പഠിച്ചു പോകാനായിട്ട് അത് എന്ത് ചെയ്യും? സഹായിക്കും. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.